തമിഴ്നാടിനെ ഞെട്ടിപ്പിച്ച ഒരു പീഡനം 2 ദിവസം മുൻപ് അവിടെ നടന്നു. അതാണ് ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ തമിഴ്നാട്ടിൽ ചർച്ച. തുടർന്ന് പ്രതിപക്ഷ പാർട്ടികൾ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ അവസാനം വിജയ് ആണ് രംഗത്ത് വന്നിരിക്കുന്നത്. വിജയ് ഇതിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും അതോടൊപ്പം തന്നെ അവിടുത്തെ തമിഴ്നാട്ടിലെ എല്ലാ വനിതകൾക്കും സ്ത്രീകൾക്കും അദ്ദേഹം തുറന്ന ഒരു കത്തെഴുതിയിരിക്കുകയാണ്. അദ്ദേഹം എന്തായാലും ഇത് രാഷ്ട്രീയമായി തന്നെ വലിയ പ്രതിഷേധമായി മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് വിജയ് ഇപ്പോൾ നടത്തുന്നത്. ഉറപ്പായിട്ടും. കാരണം ചേട്ടൻ പറഞ്ഞതുപോലെ തമിഴ്നാട് രാഷ്ട്രീയത്തിന് തന്നെ വളരെയധികം കോളിളക്കം സൃഷ്ടിച്ച അല്ലെങ്കിൽ ബാധിച്ചൊരു പ്രശ്നമാണ് അണ്ണാ സർവകലാശാലയിൽ 2ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി ക്രൂര ബലാത്സംഗത്തിനിരയായത്. അതായത് ഡിസംബർ 23 രാത്രിയായിരുന്നു ആ സംഭവം. സുഹൃത്തിനോടൊപ്പം നടന്നുപോയ പെൺകുട്ടിയെ ബിരിയാണി കച്ചവടക്കാരൻ അതിക്രൂരമായാണ് ബലാത്സംഗത്തിന് ഇരയാക്കിയത്. അറസ്റ്റിലായത് ഒരു DMK പ്രവർത്തകനാണ്. പിന്നീട് നമ്മുടെ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ്റെ അടുത്ത സുഹൃത്ത്, അതായത് തോളിൽ കയറ്റി നിൽക്കുന്ന ഒരു ചിത്രം നമ്മുടെ BJP സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ പുറത്തുവിട്ടിരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട ഈ ബിരിയാണി കച്ചവടം, അതായത് DMK പ്രവർത്തകൻ അറസ്റ്റിലാവുകയും അതാണ് വൻ പ്രതിഷേധങ്ങൾക്ക് തമിഴ്നാട്ടിൽ വഴിവെച്ചത്. അപ്പോൾ ഏവരും ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ എല്ലാവരും വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചതായിരുന്നു വിജയിലേക്ക്. കാരണം വിജയ് എന്ന് പറയുന്നത് വിജയുടെ തമിഴകം വെട്രിക്കഴകം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാടിൻ്റെ അധികാരം പിടിക്കാനാണ് വിജയ് തൻ്റെ പാർട്ടി തമിഴകം വെട്രിക്കഴകവുമായി രംഗത്ത് വന്നത്. അപ്പോൾ അതിൽ 1000-ലധികം ആളുകളാണ് വിജയുടെ തമിഴകം വെട്രിക്കഴകത്തിൻ്റെ സപ്പോർട്ടുമായിട്ട് പിന്തുണയേകി വന്നത്. ആ ഒരു വീഡിയോ എത്രമാത്രം വൈറലായി നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബലാത്സംഗ കേസ് തമിഴ്നാട്ടിലൊരു പ്രശ്നമായപ്പോൾ ഏവരും കാത്തിരുന്നൊരു പ്രതികരണമാണ് വിജയ് എന്തുകൊണ്ട് ഇതിൽ പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ എല്ലാവരും ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ ഒരു പ്രതികരണത്തിന് മറുപടിയുമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു തുറന്ന കത്ത്, അതായത് തമിഴ്നാട്ടിലെ സ്ത്രീകളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം കത്ത് എഴുതിയിരിക്കുന്നത്. അതായത് അദ്ദേഹം അതായത് DMK-നെ വളരെയധികം രൂക്ഷമായി വിമർശിച്ചിട്ടുമുണ്ട് കത്തിൽ. അതിനു മുന്നേ ആദ്യം തൊട്ട് ഞാൻ വരാം. അദ്ദേഹം പറയുന്നത് തൻ്റെ സഹോദരങ്ങൾക്ക് കൂട്ടായി താൻ ഉണ്ടെന്നാണ് വിജയ് ആ ഒരു കത്തിൽ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത്. കാരണം തമിഴ്നാട്ടിലെ സ്ത്രീകൾ തൻ്റെ സഹോദരികളാണെന്നും അവരുടെ ഏതൊരു പ്രശ്നത്തിനും താൻ കൂടെ നിൽക്കുമെന്ന ഉറപ്പാണ് വിജയ് കത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് DMK അതിരൂക്ഷമായി തന്നെ വിജയ് വിമർശിക്കുന്നുണ്ട്. കാരണം DMK, അതായത് സ്റ്റാലിൻ്റെ DMK എന്ന് പറയുന്നത് ദിവസം തോറും സ്ത്രീ സുരക്ഷ, പിന്നീട് സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരുന്നു എന്ന് അക്കമിട്ട് നിരത്തുന്ന ഒരു പാർട്ടിയാണ്. പിന്നീട് ഇന്ത്യ മുന്നണിയുടെ ഒരു ശക്തി കേന്ദ്രം അല്ലെങ്കിൽ ഒരു ശക്തി പാർട്ടിയാണ് DMK. അപ്പോൾ DMK എന്ന് പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടിയാണ് നിലനിൽക്കുന്നത് എന്ന് വരെ DMK തമിഴ്നാട്ടിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. വിജയ് വലിയ പ്രതീക്ഷയോടാണ് ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ടും പല സംഭവവുമായി ബന്ധപ്പെട്ട് വിജയ് തുടക്കത്തിലൊന്നും വലിയ രീതിയിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. അതിനുശേഷം തന്നെ ഈ പാർട്ടി ഈ ഹൗസ് വർക്കിംഗ് പാർട്ടി അങ്ങനെ ഒരു വിളിപ്പേര് വന്നിരുന്നു. കാരണം വീട്ടിൽ നിന്നുമുള്ള പ്രവർത്തനം എന്ന വിളിപ്പേര് ഉണ്ടായതിന് പിന്നാലെയാണല്ലോ ഇദ്ദേഹം ഇപ്പോൾ അവിടെ രാജ്ഭവനെത്തി അവിടുത്തെ ഗവർണറെ സന്ദർശിക്കുന്നു, ഇതിന് കൃത്യമായ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പിന്നീടാണ് ഈ വനിതകൾക്ക് വേണ്ടി അദ്ദേഹം ഈ ലെറ്റർ എഴുതുന്നത്, കത്തെഴുതുന്നത്. പ്രത്യേകിച്ച് അതെന്തായാലും രാഷ്ട്രീയപരമായ ഒരു തന്ത്രമല്ലേ. കാരണം ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ അദ്ദേഹം കൂടുതലും ലക്ഷ്യമിടുന്നത് യുവാക്കളെയും സ്ത്രീകളെയുമാണെന്ന് വലിയ രീതിയിലുള്ള ചർച്ചയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവിടുത്തെ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലെയും സ്ത്രീകൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ഒരു നടനാണല്ലോ വിജയ്. അപ്പോൾ അത് മുതലെടുക്കുവാനുള്ള ഒരു ശ്രമമായിരിക്കുമോ ഇത്? തീർച്ചയായും. കാരണം അദ്ദേഹം ഇപ്പോൾ ഒരു കത്ത് എഴുതിയത് കൂടി ഞാൻ പറഞ്ഞില്ല DMK-നെ രൂക്ഷ വിമർശിച്ചത് കൊണ്ടാണ്. കാരണം അദ്ദേഹത്തിന് തമിഴകം വെട്രിക്കഴകം വന്നതുപോലും തമിഴ്നാട് സർക്കാർ ആവാനാണെങ്കിൽ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് കൊണ്ട് തന്നെയാണ് തമിഴ്നാടിൻ്റെ അധികാരം പിടിച്ചെടുക്കണം എന്നുള്ളൊരു ലക്ഷ്യം വെച്ച് തന്നെയാണ് വിജയ് ഇത്രയും വർഷത്തെ സിനിമ വിട്ടിട്ട് രാഷ്ട്രീയത്തിലേക്ക് സജീവമായി ഇറങ്ങിയിരിക്കുന്നത്. പിന്നീട് ഒരുപാട് ആളുകൾ ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്. കാരണം ഇതൊരു രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വിജയ് മുതലാക്കി എടുക്കുമോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് വാർത്തകളിലും വന്നിട്ടുണ്ട്. ഉറപ്പായിട്ട്. കാരണം അദ്ദേഹം ഇങ്ങനൊരു പിന്തുണ അറിയിച്ചാൽ ആ സംസ്ഥാനത്തെ സ്ത്രീകളെല്ലാം അദ്ദേഹത്തോടൊപ്പം തന്നെ നിൽക്കും. കാരണം
അദ്ദേഹം വന്നത് മുതലേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം അവിടെയുള്ള യുവാക്കൾ തമ്മിലാണ് ഇപ്പോൾ മത്സരം. അതായത് DMK-യിലെ ഉദയനിധി സ്റ്റാലിൻ, ഇപ്പോൾ വിജയ്, പിന്നീട് അണ്ണാമലൈ. അപ്പോൾ ഇവർ മൂന്നുപേരും തമ്മിലുള്ള ശക്തമായ മത്സരമാണ് തമിഴ്നാട്ടിലെ ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഉറപ്പായിട്ടും വിജയ് തമിഴ്നാട്ടിൽ ജയിച്ച മുഖ്യമന്ത്രി ആകുമെന്ന് ഏകദേശം ഉറപ്പാണ്. കാരണം അത്രത്തോളമാണ് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട്. ഈ തമിഴ്നാട്ടിലെ പ്രത്യേകത എന്ന് പറയുന്നത് സിനിമാ താരങ്ങൾ തന്നെ തങ്ങളെ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ തങ്ങളുടെ നേതാവായി വരണമെന്നാണ് ആ ജനത വിശ്വസിക്കുന്നത്. അതായത് വിജയുടെ എല്ലാ സിനിമകളുടെ അടുത്ത് നോക്കിയാലും അദ്ദേഹം എന്ന് പറയുന്ന ഒരു നേതാവാണ്, ഒരു തലയാണ്. അതായത് ജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന് വഴികാട്ടി കൊടുക്കുന്ന ഒരു നേതാവാണ്. എല്ലാ സിനിമകളിലും വിജയ് അങ്ങനെ തന്നെയാണ് രംഗത്തെത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അത് തന്നെയാണ് ഇവിടെ നടന്നത്. അപ്പോൾ ഇപ്പോൾ തമിഴ്നാടിന് വിഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനൊരു സംഭവം വന്നപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ജനങ്ങളുടെ ഈ ശ്രദ്ധ പിടിച്ചു പറ്റാനും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തയാകാനുമുള്ള ശ്രമം നടത്തിയത് അണ്ണാമലയാണല്ലോ. അപ്പോൾ ഈ അണ്ണാമലയെ അന്ന് ആ ചാട്ടവാർ അടിക്കുന്നതും പിന്നെ ചെരുപ്പ് ഉപേക്ഷിക്കുന്നതും അതെ വൃദ്ധമായി ബന്ധപ്പെട്ടും എല്ലാം വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് ചിലപ്പോൾ ചിലരെല്ലാം പരിഹസിക്കുന്നുണ്ട്, ചിലർ അത് പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതിലൊരു പ്രതിഷേധം രേഖപ്പെടുത്തുന്നു, അദ്ദേഹമാണ് രേഖപ്പെടുത്തുന്നതെന്ന ജനശ്രദ്ധ കൊണ്ടുവരാൻ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടല്ലോ. അത് വിജയ്ക്ക് വലിയ തിരിച്ചടിയല്ലേ? കാരണം അണ്ണാമലൈ വിജയ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ടൈറ്റായി കോമ്പറ്റീഷനാണ്. അതായത് ഞാൻ പറഞ്ഞു വന്നത് തമിഴ്നാട്ടിൽ ഇപ്പോൾ ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയം തന്നെയാണ് ഈ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചത്. അപ്പോൾ ഇപ്പോൾ പീഡിപ്പിച്ച് കുറേ ദിവസത്തിന് ശേഷമാണ് വിജയ് ഒരു തുറന്ന കത്ത് എഴുതിയതും ഗവർണറിനെ പോയി കണ്ട ആ കുട്ടിക്ക് വേണ്ട നിയമ പരിരക്ഷ ഉറപ്പാക്കണം, അല്ലെങ്കിൽ ഇരയ്ക്ക് നീതി നടപ്പാക്കണമെന്ന് വിജയ് ഗവർണറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിന്നീട് അണ്ണാമലൈ BJPക്ക് ഏറ്റവും കൂടുതൽ, അതായത് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ BJP ആണ് ഭരിച്ചു വരുന്നത്. കാരണം അവരുടെ കഴിവ് കൊണ്ട് തന്നെയാണ് BJP ആ സംസ്ഥാനങ്ങളിൽ ഭരണം പിടിച്ചെടുത്തത്. അവിടെ നേരത്തെ കോൺഗ്രസ് ആയിരുന്നു, അതൊക്കെ നമുക്കറിയാം. തമിഴ്നാട്ടിലോട്ട് വരാം. തമിഴ്നാടും കേരളവുമാണ് ഇനി BJPക്ക് തങ്ങളുടെ അധികാരം ഉറപ്പിക്കാനുള്ളത്. കേരളത്തിൽ നമ്മൾ നോക്കിയാൽ, അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏറ്റവും വലിയൊരു തുറുപ്പ് സീറ്റാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ശക്തിയായിട്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപി MP ആയി ജയിക്കുന്നത്. അതാണ് ആദ്യം അദ്ദേഹം തോറ്റു, പിന്നീട് വൻ ഭൂരിപക്ഷത്തോടെയാണ് അദ്ദേഹം ജയിക്കുന്നത് അവിടെ. അപ്പോൾ കേരളത്തിൽ BJPക്ക് എന്നാലും പ്രതീക്ഷയായി. കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിപ്പോയ ഒരു സീറ്റെങ്കിലും BJPക്ക് പിടിക്കാൻ പറ്റുമെന്ന ഒരു ഉറപ്പ് കേരളത്തിൽ വന്നു കഴിഞ്ഞു. പിന്നീട് കേരളത്തിൽ BJPക്ക് സപ്പോർട്ടേഴ്സും കൂടുതലാണ്. പിന്നീട് തമിഴ്നാട്ടിലാണ് യാതൊന്നും നടക്കാതിരിക്കുന്നത്. അപ്പോൾ അണ്ണാമലൈ എന്ന് പറയുന്നത് വളരെയധികം ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു നേതാവ് തന്നെയാണ് അണ്ണാമലൈ. കാരണം അദ്ദേഹത്തിന് എവിടെയാണ് കളിക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അദ്ദേഹം ഈ ഒരു വിദ്യാർത്ഥിനിയുടെ പീഡനം, അതായത് അദ്ദേഹം എന്ന് പറയുന്നത് നേതാവിനുപരി അദ്ദേഹം ഒരു സഹോദരനായിട്ടാണ് രംഗത്തിറങ്ങിയത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം മറ്റൊരു നേതാക്കളും അല്ലെങ്കിൽ ഇരയ്ക്ക് ഇത്രയും നീതി നടപ്പാക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു നേതാവ് രംഗത്ത് വന്നിട്ടില്ല. ഇദ്ദേഹം വന്നതിന് ശേഷമാണ് വിജയ് പോലും ഇപ്പോൾ തുറന്ന കത്ത് എഴുതിയിരിക്കുന്നത്. ചേട്ടൻ പറഞ്ഞതുപോലെ, അതായത് 6 തവണയാണ് അദ്ദേഹം ഉടുപ്പിടാതെ ശരീരത്തിൽ ചാട്ടവാറ് കൊണ്ട് അടിച്ചത്. പിന്നീട് ചെരുപ്പിടില്ല എന്ന് ശപഥം ചെയ്തു. അതായത് DMK സർക്കാരിനെ താഴെ ഇറക്കുന്നത് വരെ താൻ ചെരുപ്പിടില്ല എന്ന് ശപഥം എടുത്തു. 41 ദിവസം വ്രതമെടുത്തു. അപ്പോൾ ഇതെല്ലാം ഇരയ്ക്ക് നീതി നടപ്പിലാക്കുക. പിന്നീട് അദ്ദേഹത്തിൻ്റെ ചാട്ടവാറ് കൊണ്ട് അടിക്കുന്ന ഒരു ദൃശ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ ദൃശ്യങ്ങളിൽ തന്നെ അദ്ദേഹം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു അനുയായി, ഒരു പ്രവർത്തകൻ, അദ്ദേഹം ഈ അടിക്കുന്നതിൽ സങ്കടം തോന്നി അദ്ദേഹത്തിനെ വന്ന് പിടിച്ചു മാറ്റിയ ഒരു അവസ്ഥയുണ്ട്. നിർത്തുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വന്ന് കെട്ടിപ്പിടിക്കുന്ന ദൃശ്യങ്ങളും ആ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടായിരുന്നു. അപ്പോൾ അണ്ണാമലൈ ഇതെന്തായാലും തൻ്റെ പാർട്ടി, അതായത് BJPയിലും തമിഴ്നാട്ടിലൊരു അധികാരം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടും DMK സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടും അദ്ദേഹത്തിന് ഏറ്റവും വലിയ തുറപ്പ് സീറ്റാണ്. അതിനേക്കാൾ ഉപരി ഒരു ജനസമ്പർക്കനാണ് അദ്ദേഹം. അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തന്നെ അദ്ദേഹം വളരെയധികം വലിയൊരു സ്ഥാനത്താണ്. കാരണം അദ്ദേഹം ഇത്രയും വലിയ, അതായത് അദ്ദേഹം ചാട്ടവാറ് കൊണ്ട് അടിക്കുന്നു, ചെരുപ്പിടില്ല എന്ന് വ്രതമെടുക്കുന്നു. ഇതൊക്കെ നമ്മൾ സിനിമകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതായത് ഒരു നായകന്മാർ ചെയ്യുന്നത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ തമിഴ്നാട്ടിൽ ഇത്രത്തോളം അദ്ദേഹം
ചെയ്യുന്നത് അത് ഉറപ്പായിട്ടും ജനങ്ങളിൽ അദ്ദേഹത്തിന് വലിയൊരു സ്വാധീനം സൃഷ്ടിച്ചിരിക്കും. BJPക്ക് എന്തായാലും അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുക തന്നെ ചെയ്യുമെന്നാണ് അണ്ണാമലയുടെ ഈ ഒരു ശപഥത്തിലൂടെ വ്യക്തമാകുന്നത്. കാരണം അദ്ദേഹത്തിന് പിന്തുണ അറിയിച്ച ഒരുപാട് പേരാണ് രംഗത്ത് വന്നിട്ടുള്ളത്. ഒരു നേതാവും ചെയ്യാത്ത കാര്യമാണ് അണ്ണാമലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് വിജയ് അദ്ദേഹം ഇപ്പോൾ തുറന്ന കരുത്തെഴുതി, അദ്ദേഹം ഇരയ്ക്ക് സപ്പോർട്ടായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന ഏറ്റവും ഉറ്റുനോക്കേണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു വലിയ ഒരു വിഷയം എന്തായാലും ഓരോ സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട്. കാരണം കേരളത്തിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം, അതായത് ജിഷ കൊലപാതകം, UDF-ഉം LDF-ഉം തമ്മിലുള്ള തെരഞ്ഞെടുപ്പിന് ഏറ്റവും വലിയൊരു സഹായമേകിയ ഒരു പ്രോബ്ലം ആയിരുന്നു അത്. ഇപ്പോൾ തമിഴ്നാട്ടിലും ഒരു വിദ്യാർത്ഥിനെ പീഡിപ്പിച്ച ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ വിജയ് ഇപ്പോൾ തുറന്ന കത്ത് എഴുതിയിട്ടുണ്ട്. അണ്ണാമലൈ തൻ്റെ ശബ്ദവുമായി മറ്റൊരു സൈഡിലൂടെ മുന്നോട്ടും പോകുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് തമിഴ്നാട്ടിൽ ഏറ്റവും വലിയൊരു നിർണായകമായിട്ടുള്ളൊരു സാഹചര്യം തന്നെ ഉണ്ടാകും. കാരണം അണ്ണാമലയാണോ വിജയ് ആണോ ഇനി DMK ആണോ വീണ്ടും അധികാരത്തിൽ എത്തുന്നത് എന്ന് തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്.